സാമ്പത്തികം നോക്കുമ്പോൾ നമുക്ക് നേരത്തെ ഈ പ്രോഗ്രാം ചെയ്യുമ്പോൾ ആദ്യം ഇതിൻ്റെ സജ്ജനങ്ങൾ പ്രേക്ഷകർ മനസ്സിലാക്കേണ്ടത് നമുക്കൊരിക്കലും ആ ചാനലിൽ നിന്ന് ഇങ്ങോട്ടല്ല പണം കിട്ടുന്നത്, നമ്മൾ അങ്ങോട്ടാണ് പൈസ കൊടുക്കുന്നത്. ടെലികാസ്റ്റിംഗ് ഫീ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പണം അവർക്ക് കൊടുക്കണം. പിന്നെ ഷൂട്ട് ചെയ്യുന്നതിൻ്റെ ചിലവ്, എഡിറ്റ് ചെയ്യുന്നതിൻ്റെ ചിലവ്, ഒരു പ്രോഗ്രാം മൊത്തം ഉണ്ടാക്കാനുള്ളൊരു ചിലവ് എന്ന് പറയുന്നത് വലിയൊരു എമൗണ്ടാണ്. അത് എല്ലാ ദിവസവും ആ എമൗണ്ട് വരും. അപ്പോൾ അന്ന് വേണമെങ്കിൽ നമുക്ക് പരസ്യങ്ങൾ കയറ്റിക്കൊണ്ട് ചെയ്യാമായിരുന്നു. പക്ഷേ എനിക്ക് പരസ്യങ്ങൾ അതിലിടുന്നതോട് ഒരു താല്പര്യമില്ല. കാരണം വെച്ചാൽ ഒരു പരസ്യം എവിടെ ഇടണം എന്നുള്ളത് ആ കമ്പനിയാണ് തീരുമാനിക്കുക. അപ്പോൾ ഒരു മാറ്റർ പറയുമ്പോൾ അതിൻ്റെ ഇടയിലൊക്കെ അതിൻ്റെ ആ ചോദ്യവും അതിൻ്റെ ആൻസറിനിടയിൽ ഇത് ഇടാൻ പറയും. ഈ പരസ്യം കഴിയുമ്പോൾ എന്താണ് ചോദ്യം എന്നും എന്താണ് ഉത്തരം എന്നും മനസ്സിലാവാതെ പോകും. പ്രത്യേകിച്ച് 60 വയസ്സിന് മേലെയുള്ളവരാണ് ഇതൊക്കെ കേൾക്കുന്നത്. അപ്പോൾ അവർക്കൊന്നും മനസ്സിലാവില്ല. അപ്പോൾ അതുകൊണ്ട് എനിക്ക് പരസ്യങ്ങൾ താല്പര്യമില്ല എന്നുള്ളത് തന്നെ ഞാൻ പറയാറുണ്ട്. പിന്നെ എന്താണ് ഒരു വഴി? അത് നോക്കുമ്പോൾ യൂട്യൂബിലൂടെ വേണമെങ്കിൽ വിടാം. പക്ഷേ ഈ ഒരു കാര്യത്തിനൊന്നും അത്ര അനുഭവങ്ങളില്ല. പിന്നെ ആ കാലഘട്ടത്തിൽ നമുക്ക് CD ഇറക്കാം, DVD ഇറക്കിക്കൊണ്ട് ഈ കേട്ട പ്രേക്ഷകർ തന്നെ അത് വാങ്ങി ചെയ്യുന്നൊരു കാലഘട്ടം ഉണ്ടായിരുന്നു. അപ്പം നമുക്ക് അതിൽ നിന്ന് കിട്ടുന്നൊരു ഊർജം കൊണ്ട് കുറേയൊക്കെ മുന്നോട്ട് പോകാമായിരുന്നു. ഇന്നത്തെ കാലഘട്ടത്തിൽ ഇതൊന്നും സാധ്യമല്ല. DVD ഒന്നും ചിലവാവില്ല. പിന്നെയുള്ളത് ഇതാണ്, പിന്നെ തമ്പിൽ കൊടുക്കുക. അത് ഒരാൾക്ക് കൊടുത്താൽ എല്ലാവരും അത് സ്പ്രെഡ് ചെയ്തോളും. അപ്പം അതിൽ നിന്നൊരു വരുമാനമില്ല, പരസ്യം ഞാൻ ഉദ്ദേശിക്കുന്നില്ല. അപ്പോൾ എന്തെങ്കിലും ഒരു പണം കിട്ടുക എന്നുണ്ടെങ്കിൽ അത് ഡൊണേഷൻസായിട്ട് ആരെങ്കിലും തന്നാൽ മാത്രമേ ഇത് മുന്നോട്ട് പോവുള്ളൂ.